ലോകശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല ഇത്. ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ നിരവധി കാരണങ്ങളുണ്ട്. ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് അഭിമാനിക്കാൻ 2 നേട്ടങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റം വിളിച്ചറിയിക്കുന്ന നേട്ടം. എയർ ടു സർഫേസ് ആൻറ്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലായ രുദ്രൻ 2 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 4 വർഷം മുമ്പാണ് രുദ്രം മിസൈലിൻ്റെ ആദ്യ പതിപ്പായി രുദ്രം 1 ആദ്യമായി പരീക്ഷിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ആണ് മിസൈൽ വികസിപ്പിച്ചത്. ശത്രുക്കളുടെ നിരീക്ഷണ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്നതിനുള്ള ശേഷി രുദ്രം 1-നുണ്ട്. ഈ ആവശ്യങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റേഡിയേഷൻ മിസൈലാണ് രുദ്രം. വിവിധ ഉയരങ്ങളിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിക്കാം. രുദ്ര മിസൈലുകൾക്ക് 100 കിലോമീറ്ററിലേറെ ദൂരത്ത് നിന്ന് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകളും റേഡിയോ ഫ്രീക്വൻസികളും പിടിച്ചെടുക്കാനാവും. നിലവിൽ ഇന്ത്യ റഷ്യയുടെ KH-31 ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പകരമായാവും രൗദ്ര മിസൈലുകൾ ഇനി ഉപയോഗിക്കുക. രണ്ടാമത്തെ നേട്ടം, ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസിൻ്റെ അഗ്നിബാൻ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചതാണ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ പരീക്ഷണമാണിത്. ശ്രീഹരിക്കോട്ടയിൽ നടത്തിയ വിക്ഷേപണം വിജയകരമായതായി ISRO അറിയിച്ചു. X പ്ലാറ്റ്ഫോമിലാണ് ISRO ഇക്കാര്യം പങ്കുവച്ചത്. ഇന്ത്യക്ക് ഇത് വലിയ നാഴികക്കല്ലാണെന്നും ISRO Xൽ പറഞ്ഞു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ എന്ന റോക്കറ്റ്. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനായ അഗ്നി ലൈറ്റ് എഞ്ചിൻ്റെ പരീക്ഷണമാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. വാതക രൂപത്തിലും ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ചുള്ള സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സംവിധാനമാണ് റോക്കറ്റിലുള്ളത്. വിക്ഷേപണ ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ സെമി ക്രയോജനിക് എഞ്ചിനുകൾക്കാവും. നിലവിലുള്ള ക്രയോജനിക് എഞ്ചിനുകളിൽ ദ്രവീകൃത ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനെ ദ്രവരൂപത്തിലാക്കണമെങ്കിൽ അതിനെ 254 ഡിഗ്രിയിൽ തണുപ്പിക്കേണ്ടതുണ്ട്. ഓക്സിജൻ 157 ഡിഗ്രിയിൽ തണുപ്പിക്കണം. വലിയ ചെലവേറിയതും സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായതുമായ പ്രക്രിയയാണിത്. എന്നാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ശുചീകരിച്ച ടർബൈൻ ഓയിൽ ഉപയോഗിച്ചാണ് സെമി ക്രയോജനിക് എഞ്ചിനുകളുടെ പ്രവർത്തനം. 3 മാസത്തിനിടെ 4 തവണ സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. അതിനുശേഷമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വ്യാഴാഴ്ച റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി വിക്ഷേപിച്ചത്.